വെച്ചുകൊണ്ടുള്ള ചൈനയുടെ അസാധാരണ നീക്കത്തിൽ രാജ്യങ്ങൾ ആശങ്കയിൽ. വ്യക്തമായ കാരണങ്ങളില്ലാതെ ചൈന തങ്ങളുടെ സമുദ്രമേഖലയിലെ വ്യോമപാത 40 ദിവസത്തേക്ക് നിയന്ത്രിച്ച നടപടി ആഗോളതലത്തിൽ വലിയ ചർച്ചയാകുന്നു. തായ്വാൻ കടലിടുക്കുമായി ബന്ധപ്പെട്ട ദീർഘകാല സൈനിക അഭ്യാസങ്ങളുടെ ഭാഗമാണോ ഈ ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം. സാധാരണഗതിയിൽ ഏതാനും ദിവസങ്ങൾ മാത്രം നീണ്ടുനിൽക്കുന്ന സൈനികാഭ്യാസങ്ങളാണ് ചൈന ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുള്ളത്. എന്നാൽ ഇത്തവണ മാർച്ച് 27 മുതൽ മെയ് 6 വരെ നീളുന്ന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും നീണ്ട കാലയളവ് അസാധാരണമാണെന്നും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. LOC, ഈസ്റ്റ് ചൈന സീ എന്നീ മേഖലകളിൽ തായ്വാനേക്കാൾ വലിയ വിസ്തൃതിയുള്ള പ്രദേശത്താണ് നിയന്ത്രണം വരുന്നത്. ഈ മേഖലകളിൽ വിമാനങ്ങൾക്ക് ഉയരപരിധിയില്ലാത്ത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഈ നടപടിയെക്കുറിച്ച് ചൈനീസ് പ്രതിരോധ കേന്ദ്രമോ വ്യോമയാന അധികൃതരോ ഇതുവരെ നടത്തിയ പ്രതികരണം ശ്രദ്ധേയമായിട്ടില്ല. വിമാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതായി നോട്ടാം പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും സിവിൽ ഏവിയേഷൻ ഇതുവരെ തടസ്സപ്പെട്ടിട്ടില്ല. ഇത് വെറുമൊരു സൈനിക അഭ്യാസമല്ലെന്നും മറിച്ച് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു സൈനിക തന്ത്രത്തിന്റെ ഭാഗമാണെന്നും പ്രതിരോധ വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. തായ്വാനുമായുള്ള ഭാവിയിലെ വ്യോമയുദ്ധങ്ങൾ പരിശീലിക്കാനുള്ള നീക്കവും ഇതിനെ കാണുന്നുണ്ട്. അമേരിക്കയുടെ ശ്രദ്ധ നിലവിൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന സാഹചര്യം ചൈന മുതലെടുക്കുകയാണെന്നും തായ്വാൻ അധികൃതർ വിശ്വസിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് നേതാവ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള ചർച്ചകൾ വൈകുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. ഈ വ്യോമപാത നിയന്ത്രണ മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ എങ്ങനെ ബാധിക്കുമെന്ന ഉത്കണ്ഠയിലാണ് അയൽ രാജ്യങ്ങളായ ജപ്പാനും ദക്ഷിണ കൊറിയയും. മാത്രമല്ല, തായ്വാന്റെ പ്രധാന ദ്വീപിനേക്കാൾ വലിയ പ്രദേശം ഉൾക്കൊള്ളുന്ന വ്യോമ അതിർത്തി മേഖലകൾ ചൈന സംഭരണം ചെയ്തിട്ടുണ്ട്. ഷാങ്ഹായുടെ വടക്കും തെക്കും ഭാഗത്തുള്ള തീരപ്രദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ദക്ഷിണ കൊറിയയ്ക്ക് പുറത്തുള്ള മഞ്ഞക്കടൽ മുതൽ ജപ്പാന് പുറത്തുള്ള കിഴക്കൻ ചൈന കടൽ വരെ ഈ മേഖലകൾ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. തായ്വാൻ സംഘർഷത്തിൽ US സൈന്യം ഉപയോഗിച്ചേക്കാവുന്ന വഴികൾ നിയന്ത്രിക്കുക എന്നതാണ് ചൈനയുടെ മുൻകാല സൈനിക അഭ്യാസങ്ങൾ ചെയ്ത് ലക്ഷ്യമിടുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ആവശ്യമായ വ്യോമ പോരാട്ട തന്ത്രങ്ങൾ പരിശീലിക്കാൻ സംവരണ വ്യോമ അതിർത്തി അവസരം നൽകുമെന്നും US നേവൽ വാർ കോളേജിലെ ചൈന മെരിടൈം സ്റ്റഡീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ക്രിസ്റ്റഫർ ഷർമാൻ പറഞ്ഞു. മധ്യപൂർവ്വദേശ സംഘർഷത്തിൽ അമേരിക്ക മുഴുക്കിയിരിക്കുന്ന സാഹചര്യം മുതലെടുത്ത് ചൈന തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണെന്ന് തായ്വാൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. നിലവിലെ സോണുകളുടെ സംവരണം ജപ്പാനെ ലക്ഷ്യം വെച്ചുള്ളതാണ്. കാരണം US സഖ്യകക്ഷികളെ നിരുത്സാഹപ്പെടുത്തുകയും ഇൻഡോ പസഫിക് മേഖലയിലെ അമേരിക്കൻ സാന്നിധ്യം ദുർബലപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.